നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇടയ്ക്കിടെ യൂട്യൂബ് പല പുതിയ പരീക്ഷണങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്നും ഇതുപോലെ ഓരോരോ അപ്ഡേറ്റ്സാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇനി വീഡിയോസ് ഇടുമ്പോഴേക്കും വരുന്ന നോട്ടിഫിക്കേഷൻസ് വന്നിട്ട് ആർക്കും പോകില്ല. ഇതിൻ്റെ പരീക്ഷണവും യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞു. ഇതെന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾക്ക് സംസാരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ഇനിയും ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സ് ഇനിയും വരുമ്പോഴേക്കും നിങ്ങളെ ഉടനെ അറിയിക്കാം. ഇത് എന്തൊരു അപ്ഡേറ്റാണ് എന്നുള്ളതാണ് ആദ്യം എല്ലാവർക്കും മനസ്സിൽ വരുന്ന കാര്യം. ഇതെന്താണ് യൂട്യൂബ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അപ്ഡേറ്റ്? അപ്പോൾ നോട്ടിഫിക്കേഷൻ അയക്കുന്നത് യൂട്യൂബ് നിർത്തി വയ്ക്കുന്നു. ഇതെന്താണ് കാര്യമെന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു ചാനൽ കാണുന്നു, അതിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് ആ ചാനൽ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് എല്ലാ നോട്ടിഫിക്കേഷൻസും ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ, എന്നിട്ടും ആ ഒരു സബ്സ്ക്രൈബർ ഒരു ചാനലിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും അത് ഓൺ ചെയ്തില്ലെങ്കിൽ അതിനുശേഷം നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കില്ല. ഇപ്പോൾ ഞാൻ വന്നിട്ട് ഒരു 20 ചാനലോളം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരു 10ഓളം ചാനലിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴേക്കും ഞാനത് ഓൺ ചെയ്ത് കാണുന്നില്ല ആ വീഡിയോസ്. പക്ഷേ ബാക്കി 15 ചാനലിൻ്റെയും നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ഞാൻ കാണുന്നുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഞാൻ കാണാത്ത 10 ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇനി യൂട്യൂബ് എനിക്ക് അയക്കില്ല. പക്ഷേ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലുകളുടെ നോട്ടിഫിക്കേഷൻസ് അത് തുടർച്ചയായിട്ട് വരികയും ചെയ്യും. യൂട്യൂബ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, എന്നിട്ടും പല ചാനലുകളിലെ വീഡിയോസും നമ്മൾക്ക് കാണുവാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേ ഇരുന്നാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് ആ ഒരു സബ്സ്ക്രൈബർ ഒരു പക്ഷേ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെയും ഓൺ ചെയ്ത് വയ്ക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഏത് ചാനൽ കാണാൻ ആഗ്രഹമുണ്ടോ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് മാത്രമേ വരികയുള്ളൂ എന്ന രീതിയിൽ യൂട്യൂബ് പരീക്ഷണാർത്ഥം ഈ അപ്ഡേറ്റിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് വന്നിട്ട് വല്ലപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് ഇത് ബാധകമാകില്ല. പക്ഷേ എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരും തുടർച്ചയായിട്ട് വീഡിയോസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ നിയമം പ്രാബല്യത്തിൽ വരികയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ക്രിയേറ്റേഴ്സിന് ലാഭവും ഉണ്ടാകാം, നഷ്ടവും ഉണ്ടാകാം. അതിനെക്കുറിച്ചിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സൊക്കെ ക്രിയേറ്റേഴ്സായിട്ടുള്ളവർ അറിഞ്ഞിട്ട് വേണം യൂട്യൂബിൽ മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൽ വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രിയേറ്ററായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനു മുമ്പും യൂട്യൂബിനെ സംബന്ധിച്ചിട്ട് കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസും ഈ ചാനലിലുണ്ട്. ഇതുവരെ കാണാത്തവർ വീഡിയോസൊക്കെ ഒന്ന് ചെന്ന് കാണുക. അത് മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സും ക്രിയേറ്റേഴ്സും അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കും. ഇല്ലാതെ കാര്യങ്ങളൊന്നും അറിയാതെ ചുമ്മാ ഈ കണ്ടൻറ്റ് മാത്രം അപ്ലോഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതിൽ അതിൽ യാതൊരു കാര്യവുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകുക. അപ്പോൾ ധാരാളം കമൻസ് ഇപ്പോൾ എനിക്ക് വരുന്നുണ്ട്. ഒരുപാട് പേര് ചാനലിൽ വീഡിയോസ് കാണുന്നതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തുടർച്ചയായിട്ട് എന്നെ ആദ്യം മുതൽക്കേ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സിനൊക്കെ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇതുപോലെ അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.